പാകിസ്ഥാന് ഒരു വമ്പൻ റെക്കോർഡ് കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പല സൂചികകളിലും പിന്നിലാണ് എന്ന് ഇന്ത്യക്കകത്തുള്ള തന്നെ നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾ പറയുമ്പോൾ പാകിസ്ഥാന് ഒരു റെക്കോർഡ് കിട്ടിയത് ഇവരെന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. തീവ്രവാദ ലിസ്റ്റിൽ വീണ്ടും പാകിസ്ഥാൻ നമ്പർ 1 ആയിരിക്കുന്നു എന്നുള്ളതാണ് ആ റെക്കോർഡ് എന്ന് പറയുന്നത്. തീവ്രവാദ ബാധിത രാജ്യങ്ങളിലെ ഏറ്റവും തീവ്രവാദം ബാധിക്കപ്പെട്ട രാജ്യം പാകിസ്ഥാനായി മാറിയിരിക്കുന്നു. 2025 മാത്രം ഈ തീവ്രവാദം കൊണ്ട് 1139 പേരാണ് പാകിസ്ഥാനിൽ മരിച്ചത് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സ്വീഡൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് പ്രകാരം പാകിസ്ഥാനെ തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്പർ 1 ആയി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025 മാത്രം പാകിസ്ഥാനിൽ തീവ്രവാദം മൂലമുള്ള മരണങ്ങൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൌദ്യോഗിക കണക്ക് ഇതിലും കൂടുതലാകാൻ സാധ്യതയുണ്ട്. 2013 തീവ്രവാദം മൂലമുള്ള മരണങ്ങൾ 1045 ആയിരുന്നു എന്ന മുൻ കണക്കിനെ ഇത് മറികടക്കുന്നു. തുടർച്ചയായി 6 വർഷമായി പാകിസ്ഥാനിൽ തീവ്രവാദം മൂലമുള്ള മരണങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 6 വർഷങ്ങളിൽ പാകിസ്ഥാനിൽ തീവ്രവാദം മൂലമുള്ള മരണങ്ങളുടെ എണ്ണം 8574 ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. സർക്കാർ സ്രോതസ്സുകൾ വഴി മാത്രമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ അനൌദ്യോഗിക കണക്ക് ഇതിലും കൂടുതലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. എന്തായാലും അങ്ങനെ ബുർക്കിന ഫാസോയെ പിന്നിലാക്കി പാകിസ്ഥാൻ ഇതിൽ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള പാക് പ്രേമികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള തീവ്രവാദ മരണങ്ങളിൽ 70% പാകിസ്ഥാൻ, ബുർക്കിന ഫാസോ, നൈജീരിയ, നൈജർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നീ രാജ്യങ്ങളിലാണ് സംഭവിക്കുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു. പാകിസ്ഥാനിലെ തീവ്രവാദം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഖൈബർ പഖ്തൂൺഖയിലും ബലൂചിസ്ഥാനിലുമാണ്. അവിടെ 74%-ലധികം ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. മൊത്തം മരണങ്ങളുടെ 67% അവിടെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.